ഇവിടെ റോഡും പാലവും വൈദ്യുതിയും കുടിവെള്ള പദ്ധതിയും ആശുപത്രികളും ഒക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വേണം. പക്ഷേ ഒരു സാധാരണക്കാരൻ, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും സഹോദരിമാരും പ്രത്യേകിച്ച് നമ്മുടെ കർഷകരുമൊക്കെ ചിന്തിക്കുന്നത് ഈ വികസനമെല്ലാം നടക്കുമ്പോൾ എന്താണ് എൻ്റെ കുടുംബത്തിലേക്ക് വ്യക്തിപരമായി ഒരു നേട്ടം എനിക്ക് ലഭിക്കാൻ കഴിഞ്ഞത് എന്ന് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് എനിക്ക്, ഇതിലെ ഹൈവേ വന്നു, ആളുകൾ പോകുന്നു, ഞങ്ങൾ യാത്ര ചെയ്യുന്നു, യാത്ര സുഖമായിരിക്കുന്നു, കുടിവെള്ളം വരുന്നു, വൈദ്യുതി വരുന്നു, ഇതെല്ലാം ഉണ്ട്. മറുവശത്ത് നമുക്ക് വികസന പദ്ധതികൾ, നാഷണൽ ഹൈവേ ഉണ്ട്, തുറമുഖമുണ്ട്, മെട്രോയുണ്ട്, വാട്ടർ മെട്രോയുണ്ട്, അങ്ങനെ വിവിധ പദ്ധതികളാണ്. അതെല്ലാം ബൃഹത്തായ പദ്ധതികളാണ്, എല്ലാവർക്കും പ്രയോജനമുള്ള പദ്ധതികളാണ്. പക്ഷെ അതിനപ്പുറം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും പലരോടും ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും പദ്ധതികളിൽ വന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഏറ്റവും ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ച് പദ്ധതി ഏതാന്ന് ചോദിക്കുമ്പോൾ അത് ഒരേ ഉത്തരമാണ്. ഞങ്ങളായ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചത്, ഇത്രയും ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണ്. അതെങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് കിട്ടിയ ക്ഷേമ പെൻഷൻ തന്നെയാന്ന് പറയും. കാരണം 600 രൂപയിൽ നിന്ന് 1600 രൂപയിൽ നിന്ന് 2000 രൂപ ആയി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിപ്പുണ്ടോ? അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി, ഞാൻ ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന മുഴുവൻ എടുത്ത് 5000 കോടി 10000 കോടി 20000 കോടി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരൊറ്റയ്ക്കുള്ള ഒരു ചിത്രമല്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ എത്ര പേർക്ക്, എത്ര കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്? അമ്മമാർക്ക് അല്ലെങ്കിൽ മെമ്പർമാർക്ക് പലരൊക്കെ ഇവിടെ കാണും, അറിയാമോ എത്രയാണ്? പക്ഷെ എൻ്റെ കണക്ക് അതിനകത്തൊരു കുറവുണ്ട്. ഈ പറയുന്ന അടൂർ മുനിസിപ്പാലിറ്റിയിൽ 3842, ഇനി അത് കൂട്ടിക്കൂ, 1000 കൂട്ടിക്കൂ. ഞാൻ ഇച്ചിരി കുറച്ചാണ് പറയുന്നത്. അത് കാരണം അല്ലെങ്കിൽ ജോസ് കെ മാണി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞെന്ന് പറയും. ഞാൻ ഇച്ചിരി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എടുത്ത കണക്കനുസരിച്ച് 3842 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അല്ലേ? 3842 കുടുംബങ്ങൾക്ക്, ആളുകൾക്ക് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് 2000 രൂപ വെച്ച്. അവർക്ക് ഒരല്പം ആശ്വാസം, എല്ലാമായെന്ന് ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നത് എത്ര രൂപയായിരിക്കും? 76.84 ലക്ഷം രൂപയാണ്. 76 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നത് 9.22 ലക്ഷം രൂപയാണ്. ഒരു വർഷം കൊടുക്കുന്നത് 9.22 ലക്ഷം രൂപയാണ്. 5 വർഷം കൊണ്ട് ഈ പറയുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നത് 46 കോടി 10 ലക്ഷം രൂപയാണ് 5 വർഷം കൊണ്ട്. ഇവിടെ എത്ര പഞ്ചായത്തുണ്ട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ? 7 പഞ്ചായത്ത് 2 നഗരസഭ. ഞാനൊരു എളുപ്പത്തിന് കണക്കുന്ന 10 എന്നങ്ങ് വെച്ചു, ഒരു 1000 നമ്മൾ കുറച്ചു. ഇനി 10 ആണെങ്കിൽ 10 മണ്ഡലങ്ങളിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ഒരു വർഷം കൊണ്ട് കൊടുക്കുന്നത്? 460 കോടി രൂപ നമ്മൾ ഈ മേഖലയിൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത്, ഇവിടെ എല്ലാ നേതാക്കളും ഞാൻ കാണുന്നത് ഏറ്റവും മനോഹരമായ, സുന്ദരമായ, ഏറ്റവും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു പെൻഷൻ അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായി
ഇതെല്ലാം തരാനുള്ള ഒരു സഹായം തരാനുള്ള ഒരു സാഹചര്യമൊന്നും കേരള സംസ്ഥാനത്തില്ല. കാരണം കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് തനതായ ആ വരുമാനം കൂട്ടി നമുക്കിത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് കേരള സംസ്ഥാനത്താണ്.